ജംഷഡ്പൂർ പഞ്ചാബിനോട് അവരുടെ സ്റ്റൈലിൽ തന്നെ മുട്ടി നിൽക്കാനുള്ള മെയിൻ കാരണം അത് ആ ഓവൻ കോയിലിന്റെ ചങ്കൂറ്റം തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മാനേജറാണ് പുള്ളി. ജംഷഡ്പൂരിൽ പുള്ളിക്ക് ഓൾറെഡി വലിയൊരു ചരിത്രമുണ്ട്. ഈ സെയിം ടീം ഖാലിദ് ജമീലിന്റെ കീഴിലായിരുന്നെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നേനെ നമ്മൾ ഈ മത്സരത്തിൽ കണ്ടത്. ഇതിൽ രണ്ടിൽ ഏതാണ് ശരിയെന്നൊന്നും വാദിക്കാനല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്കറിയാം ഖാലിദ് ജമീൽ ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും വലിയ മിറാക്കിളുകൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു മാനേജറാണ്. പുള്ളി അച്ചീവ് ചെയ്തിരിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ വേറെ ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പൊ അതാണോ ഇതാണോ ശരിയെന്നൊന്നും നമ്മളിവിടെ വാദിക്കേണ്ട. ഏത് റിസൾട്ട് ഉണ്ടാക്കുന്നോ അതാണ് അപ്പോഴത്തെ ശരി. ആൻഡ് ഇവിടെ ഓവൻ കോയിൽ ആ ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ മിഡ്ഫീൽഡിൽ പഞ്ചാബിന്റെ ഏറ്റവും ക്രിയേറ്റീവ് പ്ലെയർ ആയ ഡാനി റമീറസിന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്പേസ് നൽകാതെ പ്രൊണോയിനെയും നിക്കോളസ് സ്റ്റോയാനോവിച്ചിനെയൊക്കെ അവിടെ കളിപ്പിച്ച് അവിടെ ഭയങ്കര ഒരു ടൈറ്റ് ആക്കി കളി. അത് മാത്രമല്ല പഞ്ചാബിന്റെ ആ വിങ് ബാക്കുകളും വിങ്ങേഴ്സും അറ്റാക്ക് ചെയ്തപ്പോ പ്രതിരോധത്തിലാവാതെ അവരെ വീണ്ടും തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള ആ ഒരു സ്ട്രാറ്റജിയും കോയിൽ മെനഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് സനാന്റെ ആ ക്രോസിന്റെ ഒടുവിൽ അർഷിന്റെ ക്ലിയറൻസ് വിൻസിയുടെ മേത്ത് തട്ടി ആ ബോൾ വലയിൽ എത്തുന്നതും. ശരിക്കും പഞ്ചാബിനെ പോലത്തെ ഒരു ഫുട്ബോൾ കളിക്കുന്ന ടീമായിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ മത്സരത്തിൽ ഏർപ്പെടാൻ പല ടീമുകളും പല കോച്ചുകളും ഒന്ന് മടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കോയിൽ അതൊന്നും കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ ഫുള്ളി ഡിസർവിംഗ് ആയിട്ട് അവർ ഈ 3 പോയിന്റ് കൊണ്ട് പോവുകയും ചെയ്തു. കോയിലൊരു ഒരു കറുത്ത കുതിര ആവുമോ എന്നുള്ളതാണ്. ഒരു ഡാർക്ക് ഹോഴ്സ് മെന്റാലിറ്റി ജംഷഡ്പൂരിൽ ഈ സീസൺ കൊണ്ടുവരാൻ പറ്റുമോ? എല്ലാവരെയും നെട്ടിച്ചുകൊണ്ട് പല വമ്പന്മാരെയും ഇങ്ങനെ വീഴ്ത്താൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഞ്ചാബ് ആയിരുന്നു എൻ്റെ പ്രീ മാച്ച് ഫേവറേറ്റ്സ്. ആക്ച്വലി ഞാൻ ഈ സീസണിൽ പഞ്ചാബിൽ നിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ സ്റ്റൈലിൽ മാച്ച് ചെയ്ത് അവരെ ഇങ്ങനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കറിയാം വേറൊരു ദിവസമായിരുന്നെങ്കിൽ ഒരു പക്ഷേ അർഷിൻ്റെ ആ ഒരു എറർ വരില്ല. ഈ കളി ചിലപ്പോൾ ഒരു 0-0 അവസാനിച്ചേനെ. പക്ഷെ ജംഷഡ്പൂർ ആ കാണിച്ചൊരു ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ, ആ ഒരു ജയം തേടി പോവുക, ആ ഒരു റിസൾട്ട് കണ്ടെത്തുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, ആ ഒരു സ്പിരിറ്റ്, ആ ഒരു മെന്റാലിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് ഓവൻ കോയിലാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. അത് ഈ ടീമിൽ ഉടനീളം പ്രതിഫലിക്കുന്നുണ്ട്. ആൻഡ് കോയിൽ ആ ടീമിലേക്ക് കൊണ്ടുവരുന്ന പരിചയ സമ്പത്ത് നമ്മൾ അങ്ങനെ കുറച്ച് കാണേണ്ട കാര്യമില്ല. പുള്ളിക്ക് ഈ സീസണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാവും. ആ വിശ്വാസം ഉള്ളിടത്തോളം കാലം ഇങ്ങേരെയും ഇങ്ങേരുടെ ടീമുകളെയും നമുക്ക് എഴുതി തള്ളാനാവില്ല.